ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ ഇന്നലെ രാത്രിയിലെ 2 ഇഡലി പാത്രവും കഴുകി വെള്ളവും നിറച്ച് ഗ്യാസേലങ്ങ് വെച്ചു. 2 റീസണുണ്ട്. ഒന്ന്, നമുക്ക് പെട്ടെന്ന് ജോലി ചെയ്യാം. പിന്നെ രണ്ടാമത്തേത്, ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് രാവിലെ പൈപ്പിൽ വെള്ളത്തിൽ കൈ തൊട്ട ഐസ് എന്നാലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ രാവിലെ പാത്രങ്ങളൊക്കെ എത്രയും കഴുകുന്ന കുറയ്ക്കാമോ അത്രയും കുറയ്ക്കുക. അതുപോലുള്ള തണുപ്പാന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് ചെയ്ത ഐഡിയ എന്ന് പറയുന്നത്, കുറച്ച് മാവ് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഓരോ തവി എടുത്ത് ഒഴിക്കാതെ ഇങ്ങനെ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ കമത്തി ഒഴിക്കുമായിരുന്നേ. അതുപോലെ ഇന്ന് എല്ലാവർക്കും മസാല ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇന്നലെ ചമ്മന്തി അരച്ച് വെച്ചില്ല. ഇന്നലെ ആകെ ഇത്തിരി ധൃതി പിടിച്ച ദിവസമായിരുന്നു. ഈ ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരാൾക്ക് നമ്മുടെ പ്രോൺസ് അച്ചാർ ഇടണമായിരുന്നു, വെളുത്തുള്ളി അച്ചാർ വേണം. വെളുത്തുള്ളി ഇന്ന് ഇടാമെന്ന് വെച്ചു. ഇങ്ങനെ ഓരോന്ന് ഈ പ്രോൺസൊക്കെ ഞാൻ ഒരുമിച്ച് ഒത്തിരി ഇട്ട് വെക്കത്തില്ല. ആളുകൾ പറയുന്ന അനുസരിച്ച് ഞാൻ പ്രോൺസൊക്കെ ഇടത്തുള്ളേ. പ്രോൺസ് ആരോടാണെങ്കിൽ ഇപ്പോൾ ഈ മാർക്കറ്റിൽ ഈ ചുമന്ന പ്രോൺസ് ഉണ്ടല്ലോ, ഞാൻ സാധാരണ ടൈഗർ ടൈപ്പാണ് വാങ്ങിക്കുന്നത്. അത് വാങ്ങിച്ചിട്ട് അത് വലിയതായിരിക്കുമല്ലോ, അത് ഞാൻ പിന്നെ ഒത്തിരി വലുതായതുകൊണ്ട് 2 പീസാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെയും ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ പ്രോൺസ് ഒന്നും പറയണ്ട. നമ്മളെ കൂട്ടിടുന്നുണ്ടെങ്കിൽ എന്തോ വെള്ളം അധികം ഇറങ്ങുന്നത്. നമ്മൾ സാധാരണ ഞാൻ ഈ ടൈഗർ ടൈപ്പ് വാങ്ങിക്കുന്നുണ്ടേ 1 കിലോയിൽ 300 ഗ്രാം എങ്ങാണ്ട് കുറയും. അപ്പം നമ്മളിപ്പോൾ 1/2 കിലോ വേണമെങ്കിൽ 1.5 കിലോയും എടുക്കണം, എന്നാലേ നമുക്ക് 1/2 കിലോയെങ്കിലും കിട്ടത്തുള്ളൂ. അപ്പം ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ റേച്ചാൻ ഇഷ്ടമാണ് പ്രോൺസ്. പിന്നെ എനിക്കും അത്രങ്ങ് വലിയ നമ്മുടെ സാധാരണ ഈ ചൂരാമത്തി അയല അതിൻ്റെ കൂട്ട് അത്രയ്ക്കങ്ങ് ഇഷ്ടമല്ല. പിന്നെ കുഴപ്പമില്ലെന്നേ ഉള്ളൂ. പോളിന് ഒട്ടും ഇഷ്ടമല്ല. പ്രൈസും പിന്നെ അതിൻ്റെ തോരൻ വെക്കുകയോ വറക്കുകയോ ചെയ്താൽ ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പോൾ ഇഡലി 2 പാത്രത്തിലൂടെ ഒന്നും എടുത്ത്, പിന്നെ ചായ ഉണ്ടാക്കണം, പാല് കാച്ചണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണെന്ന് പറഞ്ഞല്ലേ. എനിക്ക് ഇന്നലെ ഒരു ഇച്ചിരി കോൾഡ് പോലെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര തലവേദന. അങ്ങനെ BP വല്ലതും ഉണ്ടോയെന്നും പറഞ്ഞ് നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ മെഷീനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കിയുണ്ടെങ്കിൽ BP ഒക്കെ നോർമലാണ്, പക്ഷേ തലവേദന സഹിക്കാൻ വയ്യ. ഇനി സൈനസൈറ്റിസ് ആണോ എന്നറിയത്തില്ല. രാവിലെ ആണെങ്കിൽ അങ്ങ് പൊട്ടിപ്പൊളക്കുന്ന വേദനയാണ്. പനിയില്ല, കോൾഡ് നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പുമാണ്. ഇപ്പം എനിക്ക് ഇത്തിരി ബോഡി പെയിനും അങ്ങനെയൊക്കെയുള്ള ഒരിതുണ്ട്. ഈ ഡ്രൈ കഫാണ് സ്റ്റാർട്ടിങ്ങിൽ, പിന്നെ മെഡിസിനൊക്കെ എടുത്തു കഴിഞ്ഞിട്ടേ ഇത് കഫ് വരത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ളതാണ് ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ട്. ഈ ദേഹവും ആറാമാരിയൊക്കെ ഭയങ്കര വേദനയായിരിക്കും. ആ ഇഡലിയുടെ അടിത്തട്ടിലെ ഇഡലിയാണ് ഇതാകുമ്പം മറ്റേ തട്ടിച്ചിരുന്ന് തട്ടും എങ്ങാണ്ട് ചെയ്ത്, അതുകൊണ്ടാണ് ഇച്ചിരി ഇതായിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ മസാല ഇഡലി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നേരത്തെ പോളിന് അത്ര അങ്ങോട്ട് മസാല ഇഡലിയോട് താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ഈ ടൊമാറ്റോ സോസ് കൂടെ ഒഴിക്കുന്നത് കൊണ്ട് അവനിഷ്ടമാണ്. ആദ്യം ഞാൻ അവർക്ക് 2നും കൊടുക്കാനുള്ളതങ്ങ് ഉണ്ടാക്കി. അപ്പം മസാല ഇഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും ചായയൊക്കെ എടുത്ത് കൊടുക്കണം. ഇവന് ടിഫിനൊക്കെ എടുത്തിട്ട് ടേബിളിൽ കൊണ്ടുവെക്കണം, അല്ലെങ്കിൽ ഞാനെടുത്ത് ബാഗിൽ വെക്കും. രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത പരിപാടികൾ. ഇതെല്ലാം ഞാൻ സൂപ്പിട്ടതാണ്, കഴുകിയെടുത്താൽ. ആദ്യം ക്യാൻ കഴുകി ക്യാനിൽ വെള്ളമൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് പിന്നെ കുടിക്കാനായിട്ട് വെക്കണം. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് തപ്പാതാമ്പറം എല്ലാം ഒന്ന് തുടച്ചിട്ടാണ് പിന്നെ അടുത്ത നമ്മുടെ ഉച്ചക്കത്തെ പരിപാടികൾ ചെയ്യേണ്ടത്. ഇന്നലെ കമൻറ്റിൽ പറഞ്ഞായിരുന്നു കപ്പ് വാങ്ങിച്ചിട്ട് കപ്പ് കാണിച്ചില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഇതാ കപ്പ്. ഇതിൽ 165 എഴുതിയേക്കുന്നേ, അതിൽ ഇച്ചിരി കുറവെങ്ങാണ്ടായിട്ടാണ് കിട്ടിയതേ. ഒത്തിരി വലിയ കപ്പല്ല. ഞാൻ ഇപ്പോൾ എനിക്ക് എടുക്കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കാഞ്ഞേ. ഒരെണ്ണം ഞാൻ കാണിക്കാം. ഇപ്പോൾ ആവശ്യത്തിനുണ്ട്.
താഴെ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ പിള്ളേർ കളിക്കുക, അതിൻ്റെ സൗണ്ടായി കേൾക്കുന്നത്. ഇപ്പം തണുപ്പുണ്ട്. പ്രൈസം ചോദിച്ചാൽ ഞാൻ പോട്ടെ, ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നാമത് അവനും ഇച്ചിരി ചുമയൊക്കെ ഉണ്ട്, ഡോക്ടറെ കാണിച്ചിട്ടിരിക്കുമോ, ഇവർക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ലല്ലേ. പോട്ടെ താഴെ പോട്ടെ എന്ന് പറഞ്ഞിരിക്കും. പിന്നെ കിടന്ന് അനുഭവിക്കുന്നത് നമ്മളല്ലേ. ഞാൻ പറഞ്ഞു എനിക്കും വയ്യ, നിനക്കൂടെ വയ്യാതായാൽ വേണ്ട, പോകണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ രാത്രി പോയിട്ട് വന്നാൽ കുളിപ്പിക്കാതെ കിടത്താൻ പറ്റത്തില്ലേ. അതുകൊണ്ട് വന്ന് ഈ തണുപ്പത്ത് ഗീസറുണ്ട്, എന്നാലും കുളിച്ചിട്ട് കിടക്കുവാണെങ്കിൽ പിന്നെ ഒന്നുകൂടെ കൂടത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോകണ്ടെന്ന് പറഞ്ഞത്. പകലാണെങ്കിൽ പിന്നെ ഉച്ചയ്ക്കൊക്കെ കുളിക്കുന്നതിന് കുഴപ്പമില്ല. ഇതിപ്പം രാത്രി ഇത്രയും താഴെ പോയി കിടന്ന് മറിഞ്ഞിട്ട് വന്നിട്ട് കുളിപ്പിക്കാതെ കിടക്കാവത്തില്ലല്ലേ. ഇന്ന് ചെയ്യുന്നത് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു മുട്ടക്കറിയാണ്. താല്പര്യമുള്ളവരൊക്കെ ഇന്ന് ഇങ്ങനെ ചെയ്തു നോക്കേ. എനിക്കൊന്നും ഒട്ടും സമയമില്ല, വയ്യാത്തോടെ ഞാൻ ഇങ്ങനെ ചെയ്തേ. ഒരു 2-3 മീഡിയം സൈസിൽ ഉരുളൻകിഴങ്ങും ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അതിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ കുക്കറിലിട്ട് ഒരു വിസിലടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചട്ടി വെച്ച് ഓയിലൊഴിച്ചിട്ട് ഇച്ചിരി കടുക് ഇട്ടിട്ടുണ്ട്. അപ്പം കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ കറിവേപ്പില കൂടെ ഇടണം ഒരു തണ്ട്. ഞാൻ ജിയോ മാർട്ടിൽ ഇപ്പം സാധനം ഓർഡർ ചെയ്തിട്ടും ഇല്ല, അവിടെ കറിവേപ്പില ഇല്ല. ഇച്ചിരി ഉണങ്ങിയതിരിപ്പുണ്ട്, അത് ഇട്ടാലും ഇട്ടില്ലേലും പ്രയോജനമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതിട്ടില്ല. അപ്പം ഞാൻ വെളുത്തുള്ളി നമ്മൾ ഉള്ളിയും ഉരുളൻകിഴങ്ങും കൂടെ വേവിച്ചില്ലേ, ആ സമയത്ത് ഇട്ടാലും നല്ല. ഞാൻ അന്നേരം മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പം അതൊന്ന് കീറിയിട്ടുണ്ട് ആ വെളുത്തുള്ളിയെ. ഇതിലേക്ക് ഞാൻ കുക്കറിൽ ഒരു വിസിലടിച്ച് എന്നിട്ട് ഇച്ചിരി പ്രഷർ തുറന്ന് വിട്ടേ. കാരണം എൻ്റെ കുക്കറിൽ ഒരു വിസിലൊക്കെ വന്നാൽ നന്നായിട്ടങ്ങ് വെന്ത് പോവും. അതുകൊണ്ട് അപ്പം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുക്കറിൻ്റെ ഇതനുസരിച്ച് നിങ്ങളത് ചെയ്യണേ. അപ്പോൾ അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിൽ ആ ഇച്ചിരി വെള്ളമയം പോലെയൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഒന്ന് പോകാനായിട്ട് കുറച്ച് നേരം ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, ആ കഷ്ണങ്ങൾക്കൊക്കെ ഒരു കളറ് കിട്ടാൻ വേണ്ടി. ഇങ്ങനെ കുക്കറിൽ വേവിച്ചത് കൊണ്ട് ആ ഉരുളൻകിഴങ്ങൊക്കെ നന്നായി വെന്ത് ആ കറിക്ക് നല്ലൊരു ഉരുളൻകിഴങ്ങൊക്കെ അങ്ങ് വെന്തുടയുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും നല്ല കുറുകിയ കറിയായിരിക്കും. നിങ്ങൾക്കിത് കുറച്ചുകൂടി അപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അപ്പത്തിനൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഇതിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാതെ ഇച്ചിരി തേങ്ങയൊക്കെ അരച്ച് മഞ്ഞ കളറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റ് ആയിരിക്കും. കാരണം ഉരുളൻകിഴങ്ങൊക്കെ നമുക്ക് അപ്പം, ബ്രെഡ് ഇതിനൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ. ഇതിൽ വേണമെങ്കിൽ മുട്ടയും കൂടെ ഒക്കെ ചേർക്കാം. ഞാൻ തീ നല്ല കൂട്ടി വെച്ചിട്ടാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇതിൻ്റെ അകത്തെ വെള്ളമൊക്കെ നന്നായി വറ്റി. ഇനി ഞാൻ ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. ചട്ടിയാണ് കേട്ടോ, നല്ല ചൂടാണ്. ഞാൻ തീ ഒന്ന് കുറച്ചിട്ട് ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് തീ ഏറ്റവും കുറഞ്ഞ തീയിൽ നമുക്കിതൊന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാമേ. ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്, ആ മസാലയൊക്കെ ഒന്ന് വെന്ത് വരാൻ. അന്നേരം ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുമല്ലേ. ഇപ്പം വർഷം ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുമ്പിട്ടേ തുടങ്ങിയതാണ്. അപ്പോൾ ഓരോ പാട്ട് ചെയ്തുകൊണ്ട് വരിക. ഇപ്പോൾ ഇനിയും നമ്മുടെ ഈ ഗ്രില്ലിൻ്റെ ഒക്കെ നമ്മുടെ മുറിക്കകത്തു നിന്ന് വന്നിട്ട് വേണം. പുറത്തെ പണികളെല്ലാം കഴിഞ്ഞു, ഇനി അകംപണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രില്ലിൻ്റെ മുകളിലത്തൊക്കെ ആ ഭിത്തിയൊക്കെ ഇടിഞ്ഞതുള്ളത് അവർ ഓരോ വീട്ടിലും ചെന്നിട്ട് നമ്മുടെ പെർമിഷനോടുകൂടി അവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എന്നോട് വന്ന് പറഞ്ഞു ഞങ്ങളൊരു 10 മണിയാകുമ്പോഴത്തേക്കിന് വരുമെന്ന്. അപ്പം ഞാൻ അതനുസരിച്ച് ഇവിടെ എല്ലാം റെഡിയാക്കി. ബാൽക്കണിയിലെല്ലാം തുണികളും പറക്കി, പാത്രങ്ങളൊക്കെ ഞാൻ അവിടെ നിന്നെല്ലാം കഴുകി വെക്കുന്നത്, അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ച്. കാരണം എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ വീടെല്ലാം ഒരു പരുവാകും. കാരണം അവർ ഈ സിമെൻറ്റ് അവരുടെ പണിക്ക് വേണ്ടിയുള്ള പലകയും അതെല്ലാം എടുത്തുകൊണ്ട് വരുന്നത്, അതിൻ്റെ അകത്തെല്ലാം സിമെൻ്റ് ഉള്ളതാണ്. ആ സിമെൻ്റ് എല്ലാം നമ്മുടെ മുറിക്കകത്തു നിന്ന് എടുത്തുകൊണ്ട് ഈ ബാൽക്കണിയിലൂടെ വരുന്ന ഉടനെ അതെല്ലാം അവിടെ തറയെ വീഴും, അതിൻ്റെ മണ്ടയിലിടാനുള്ള ചാക്കും അതെല്ലാം. അപ്പോൾ അത് അവരൊന്ന് തൂത്തിട്ട് പോവും, എന്നാലും നമുക്കത് പണിയാണ്. അവരെ തൂക്കുന്ന എത്രമാത്രം നമ്മുടെ വീടും വരെ മൊത്തത്തിൽ തൂക്കത്തില്ല, അവർ പണി ചെയ്തെടുത്ത സ്ഥലത്തെ സാധനങ്ങൾ തൂത്തിട്ട് പോവും. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ ആ കറി എത്രമാത്രം തിക്കായിട്ടാണെന്ന്. ഇപ്പം ഇങ്ങനെ ഇച്ചിരി ലൂസായിട്ടിരിക്കുവാണെങ്കിലും രാത്രി കുറച്ചുകൂടെ കഴിയുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടങ്ങ് തിക്കാവും. ഞാനിപ്പോൾ ഇതിലേക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഈ ജോലികളൊക്കെ ഇങ്ങനെ തരുന്നുണ്ട്. പിന്നെ അവർ വന്നു, പിന്നെ അവരുടെ കൂടെ ചേരാൻ അവിടെ നിൽക്കണമായിരുന്നു നമുക്ക്. അവർ വന്ന് ഇച്ചിരി തുടങ്ങിയിട്ട് ഫോൺ വന്ന് അവർ 2 പേരുണ്ടായിരുന്നു.
ദാ വരുന്നെന്നും പറഞ്ഞൊരു പോക്ക് പോയി. പിന്നെ ഞാൻ ഇവിടുത്തെ സിറ്റുവേഷൻ കാണിക്കാം നിങ്ങളെ. എനിക്ക് ദേഷ്യവും വന്നു. ബിൽഡിങ്ങിൻ്റെ പണിക്ക് താണ്ട് ഇവിടെ മേളിൽ പൊളിഞ്ഞിട്ടുണ്ടല്ലേ, അത് ശരിയാക്കാൻ രാവിലെ 10 മണിയായപ്പോൾ വന്നിട്ട് ദാ സാധനം എടുക്കാൻ പോയിട്ട് വരട്ടെന്നും പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ വരും. ഞാൻ അന്നേരേ പറഞ്ഞ് നിങ്ങളിപ്പം ചെയ്യുവാണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കിന് തീരുമോ. നമ്മൾ രാവിലെ എണ്ണിക്കുന്നവരല്ലേ, നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഒന്നിച്ചിട്ട് റെസ്റ്റ് എടുക്കണ്ടേ. അപ്പോൾ ഒരു 10 മണിയാണ് വന്നെന്ന് പറഞ്ഞാൽ 2-3 മണിക്കൂർ എടുക്കുമെന്ന്. അങ്ങനെ അന്നേരം ഞാൻ ചിന്തിച്ച് 2 മണിയാകുമ്പോഴത്തേന് തീരുമെന്ന്. അവർ പോയിട്ട് പിന്നെ അവരുടെ ഒരു ഇതുമില്ല. ഇപ്പം സമയം എന്താണ്ടേ 1:30 ഞാൻ താഴെ പോയിട്ട് വന്നാണ് മുറിയെല്ലാം സിമെൻറ്റും ഇതൊക്കെ ആയിട്ടിരിക്കും. എനിക്ക് തൂത്തുവാരാനും ഒക്കത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. താഴെ തന്നെ അവന്മാരെയൊന്നും കാണുന്നില്ല. വാച്ച്മാൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞിട്ട് വന്നു ഞാൻ. എന്തോ കഷ്ടമെന്ന് പറയണേ ഓരോ ഇത് ഇവിടെ എല്ലാം ഇത് വെള്ളമൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ മൊത്തം എടുത്ത് നോക്കി, വാച്ച്മാനും നോക്കി, അവിടെ എങ്ങും കാണുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ പ്രൈസൻ വന്നു കഴിഞ്ഞ്, പ്രൈസൻ ഇച്ചിരി വയ്യാതൊക്കെ ഇരിക്കാൻ അവൻ കയറി കിടന്ന് ഉറങ്ങി. ഞാനും ഒന്ന് കിടന്ന് ഒരു 3:30 ആയതുകൊണ്ടേ ബെല്ലടിക്കുന്നു. അപ്പോൾ അപ്പച്ചനും ഇങ്ങനെ അത്രയും നേരം കുത്തിയിരിക്കുമായിരുന്നു. അപ്പച്ചനും പിന്നെ അങ്ങോട്ട് കിടന്നു. ഞാൻ അന്നേരം പറഞ്ഞു, എന്തുവാ വയ്യ, ഇപ്പം സമയം എന്തായി, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ ദാ വരുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളെവിടെ പോയി. എന്നിട്ട് റേച്ചാൻ ഇതിൻ്റെ ഓണറെ വിളിച്ച്, ബിൽഡറെ വിളിച്ച്, അയാളും ഫോൺ എടുക്കുന്നില്ല. പിന്നെ പറഞ്ഞു എന്തോ പറയാൻ, ഞങ്ങൾ ഗോരേഗാവിൽ പോയി, അവിടെ ഇവർക്കൊരു വർക്കുണ്ട്, അന്നേരം അവിടെ പോയി എന്തോ സാധനങ്ങൾ ഇവിടുന്ന് സാധനം അവിടെ കൊണ്ടുപോകാൻ പോയതാ. എന്നാൽ പറഞ്ഞിട്ടൊന്ന് പോകണ്ടേ. പിന്നെ നമ്മൾ എന്തോ ചെയ്യാനാ, പണി നടക്കണ്ടേ. പിന്നെ വന്ന് അയാൾ ചെയ്യാനുള്ളത് ചെയ്യട്ടെന്ന് ഞാൻ വെച്ചു. ഇതിൻ്റെ ബിൽഡർ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ തന്നെ താമസിക്കുന്നത്. പ്രൈസൻ ഇതൊന്നും അറിഞ്ഞില്ല. അവൻ ആ ക്ഷീണം കൊണ്ട് അവൻ നല്ല ഉറക്കമായിരുന്നു. ഞങ്ങളുടെ മുറിയിലല്ലേ, കൂടുതലും എൻ്റെ മുറിയിലായിരുന്നു. കാരണം ഈ മേളിൽ നിന്ന് AC-യുടെ വെള്ളം വീഴുന്നുണ്ടേ, ഈ ഭിത്തിയിലോട്ട് വീഴുന്നുണ്ടേ, അവിടുന്ന് ഇതായി ഇങ്ങനെ കൂടുതലങ്ങ് ഇളകി സിമെൻറ്റൊക്കെ. അവരാ ചെയ്തിടം ഒന്ന് തൂത്തിട്ട് പോയി. ബാക്കി പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവർ ഈ കതക് തുറന്നിട്ട് അവിടുന്ന് ഇവിടെ വരെ അവരുടെ ആ സിമെൻറ്റ് ചാക്കും അവരുടെ ആ പലകയൊക്കെ എടുത്തുകൊണ്ട് വന്നോണ്ടേ അതെല്ലാം ഇവിടെ മുറി വീഴുമായിരുന്നു. നമ്മൾ നടക്കുന്നുണ്ടേ സ്ലിപ്പാവും, ആ പരുവായി. എന്നിട്ട് പിന്നെ നമുക്കൊരു ജോലിയും കൂടെ തന്നിട്ടാണ് പോയത്. രാവിലെയും വൈകിട്ടും 2-3 ദിവസം വെള്ളം ഒഴിക്കണം ഇതിന്, സിമെൻറ്റിന്, അല്ലെങ്കിൽ അത് വെടിച്ച് കീറത്തില്ലേ. സാധാരണ അവർ പറയുന്നത് നമ്മളെപ്പോഴും രാവിലെയും വൈകിട്ടൊക്കെ വരാൻ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് അത് വീട്ടുകാർ ചെയ്യാം. ഞാൻ നോക്കിയിട്ട് ഇവിടെങ്ങും ആരും ചെയ്യുന്ന കണ്ടില്ല. പക്ഷേ നമ്മുടെ മനസാക്ഷി ഓർത്ത് നമ്മളത് രാവിലെയും വൈകിട്ടും കറക്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ വൈകിട്ട് പിന്നെ പോൾമോന് ഇതീ മതിയെന്ന് പറഞ്ഞ്, അവൻ ലേറ്റായിട്ടല്ലേ വന്നത്, 7 മണിയായി വന്ന്. അപ്പോൾ ഉച്ചക്കത്തെ കൊണ്ടുപോയ സാൻഡ്വിച്ചായിരുന്നു, പിന്നെ കഴിച്ചില്ല. അപ്പോൾ അവന് ആഹാരം എടുത്ത് കൊടുക്കട്ടെ. സാധാരണ അവൻ ചപ്പാത്തി അങ്ങനെ കഴിക്കാറുള്ളൂ. ചോറ് കഴിക്കുവാണെങ്കിൽ, ഉച്ചയ്ക്ക് ചോറാണെങ്കിൽ പിന്നെ വൈകിട്ട് ചപ്പാത്തി കഴിക്കും. ഉച്ചയ്ക്ക് ചപ്പാത്തി ആണെങ്കിൽ രാത്രി ചോറ്. ഇന്നിപ്പോൾ ഒരു ചപ്പാത്തിയും കൂടെ മുട്ടക്കറി ഉള്ളതുകൊണ്ട് ഒരു ചപ്പാത്തിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൽ ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, കൈയിട്ട് ഇളക്കി കഴിക്കാനേ. ഇതിപ്പം വീഡിയോയിൽ ഇച്ചിരി വലുതായിട്ട് കാണുന്നുണ്ടെങ്കിലും ചെറിയ സ്ഥലമാണ് ഇതിന്. ഇത് നമ്മുടെ പുതിയ അച്ചാറാണ്, നെല്ലിക്കയും ഈന്തപ്പഴം കൂടെ ഉള്ള നല്ല അടിപൊളിയാണ്. നെല്ലിക്ക മാത്രമായിട്ട് കഴിക്കാൻ പറ്റാത്തവർക്ക് ഇത് നല്ല അടിപൊളിയാണ്. ഇന്നലെ ഞാൻ ഇച്ചിരി സാമ്പിൾ ഇട്ടതാണ്. പരിപ്പ് കറി, ചപ്പാത്തി, കോവയ്ക്കയും പയറൂടിട്ട തോരൻ, നെല്ലിക്കയും ഡേറ്റ്സും, അച്ചാറ്, മുട്ടക്കറി. അപ്പം ഞാൻ ഈ അച്ചാർ ഇടാൻ കാര്യം, എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്തൊക്കെ അച്ചാറുണ്ടെന്ന് ചോദിച്ചാൽ നെല്ലിക്ക ഉണ്ടെന്ന് പറയണേ. കുറേ വേറെ വാങ്ങിച്ചായിരുന്നു. നെല്ലിക്ക കഴിക്കത്തില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ച് അന്ന് തൊട്ട് ഞാൻ ചിന്തിക്കുക എന്നൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടത്. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു, ഗുഡ് ബൈ.